ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ട്രൈ ചെയ്യുന്നത് കോളിഫ്ലവർ വെച്ചൊരു റോസ്റ്റാണ് കേട്ടോ. ചിക്കൻ റോസ്റ്റിൻ്റെ അത്രയൊന്നും വരില്ലെങ്കിലും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കോളിഫ്ലവർ ആദ്യം തന്നെ ഉപ്പുവെള്ളത്തിൽ കുറച്ച് നേരം കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം 3-4 തവണ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മഞ്ഞൾപ്പൊടി ഉപ്പും കൂടി ഇട്ട് തിളപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒത്തിരി വിഷാംശമൊക്കെ തളിച്ച് വരുന്നതാണല്ലോ, അപ്പോൾ നമ്മൾ നന്നായി ക്ലീൻ ചെയ്തിട്ടാണ് ഇത് യൂസ് ചെയ്യാൻ പാടുള്ളൂ. അപ്പോൾ നമുക്ക് കുറച്ച് സ്പൈസസും കൂടെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ ഗരം മസാല ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ നമ്മുടെ കോളിഫ്ലവർ നന്നായി തിളച്ച് ഒരു പകുതി വെന്ത് വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം കേട്ടോ. സ്പൈസസും ഇഞ്ചി വെളുത്തുള്ളി അതെല്ലാം ചതച്ചത് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. നമ്മളിത് ഊറ്റിയെടുക്കുകയാണ് കേട്ടോ. ഊറ്റിയെടുത്തിട്ട് ജസ്റ്റ് ഒരു തവണ വെറുതെ കഴുകി കൊടുക്കുക ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കോളിഫ്ലവർ നല്ല ക്ലീനായി കിട്ടി കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ഉള്ളിയൊക്കെ വഴറ്റിയെടുക്കണം. അപ്പം നമ്മൾ 2 മീഡിയം സൈസ് ഉള്ളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, സവാള, പിന്നെ ഒരു പച്ചമുളകും കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാൻ കേട്ടോ. ഉപ്പ് വളരെ കുറച്ചാണ് കേട്ടോ ചേർത്തിട്ടുള്ളൂ. കോളിഫ്ലവറിൽ ഓൾറെഡി ഉപ്പിട്ടിട്ടുണ്ട്. അപ്പം നമ്മളത് നോക്കിയിട്ട് ലാസ്റ്റ് ഇനി വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നമ്മുടെ ഉള്ളി നന്നായി വാടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള സ്പൈസസൊക്കെ ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഒരു പച്ച മണമുണ്ട്, അതൊക്കെ മാറുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ പച്ചമണമൊക്കെ മാറി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്ര ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുളക് പൊടി നമ്മൾ നോക്കിയിട്ട് ഇടണം കേട്ടോ. കുരുമുളക് നമ്മൾ ഇടിച്ച് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അത് കാരണം എരിവ് നിങ്ങൾക്ക് ഒത്തിരി വേണ്ടെങ്കിൽ കുറച്ച് മുളക് പൊടി കുറവ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്കൊരു ചെറിയ തക്കാളി കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഒരു മീഡിയം സൈസ് തക്കാളിയാണ് കേട്ടോ. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുക്കാവുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കണം. കറിവേപ്പില കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. നമ്മളെ വീട്ടിൽ തന്നെ കറിവേപ്പിലുള്ള കാരണം കുറച്ചധികം കറിവേപ്പില ഞാൻ എല്ലാത്തിലും ചേർത്ത് കൊടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മണം നല്ലൊരു മലയാളികൾക്ക് ഇഷ്ടമുള്ളൊരു മണമാണല്ലോ കറിവേപ്പിലയുടെ. അപ്പോൾ നമ്മളിത് നന്നായി കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കണം. നമുക്ക് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. ഇത് ഈ ഗ്രേവി ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് നമ്മുടെ കോളിഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ എരിവും പുളിയൊക്കെ ഇത് ഈ കോളിഫ്ലവറിലേക്കും പിടിക്കാൻ വേണ്ടി നമുക്ക് അടച്ച് വെക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കാം കേട്ടോ. അപ്പോൾ ഈ ബാക്കി വെള്ളം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കിയിട്ട് വറ്റിച്ചെടുക്കാം. ഗ്രേവി വേണമെന്നുള്ളവർക്ക് കുറച്ച് വറ്റിക്കാതെ വെക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ റെസിപ്പീസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇന്ന് ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കണം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.